നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ വിശദമായ പരിശോധനയ്ക്കൊരുങ്ങി വനം വകുപ്പ്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കാൻ പഞ്ചായത്തിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനമായി. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ കൈപ്പുറത്തും നെടുങ്ങോട്ടൂർ ഭാഗങ്ങളിലുമാണ് പുലിയെ കണ്ടെന്നുള്ള അഭ്യൂഹം പരന്നത്. 2 തവണ പുലിയെ കണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നതോടെ ജനങ്ങളുടെ ഭീതി വർദ്ധിച്ചു. ജനങ്ങളുടെ ഭീതി അകറ്റാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്തിൽ മുഹമ്മദ് മോഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നത്. പ്രത്യക്ഷത്തിൽ പുലിയുടെ സാന്നിധ്യമില്ലെന്നാണ് വനംവകുപ്പ് അധികൃതർ നിഗമനം. എന്നാൽ ജനങ്ങളുടെ ഭീതി അകറ്റാനായി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് യോഗത്തിൽ ധാരണയായത്. ക്യാമറയിൽ പുലിയോ മറ്റു ജീവികളോ അകപ്പെട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തുമെന്നും യോഗത്തിന് ശേഷം മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ഈ ആശങ്ക അകറ്റാൻ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ സെർച്ച് നടത്തുമ്പോൾ ജനങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും തടിച്ചുകൂടി വലിയ രീതിയിൽ അവിടെ ഒരു സിറ്റുവേഷൻ പാനിക്കാക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത്. അവർ സെർച്ച് ചെയ്ത് ക്യാമറയുണ്ട്, അതിൽ പതിയുകയാണെങ്കിൽ അടുത്ത ഫർദർ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. അത് ആ ആശങ്ക അകറ്റി അത് പുലി ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് പിടിക്കാനുള്ള, അല്ലെങ്കിൽ വേറെ എന്താണ് ഈ കണ്ടത് എന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും കൂടി അത് ഈ സെർച്ചിനെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ DFO, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, എല്ലാവരും ഈ കാര്യത്തിൽ അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കുണ്ട് എന്നുള്ള നിരക്ക് പേടിച്ചുകൊണ്ട് ഇരിക്കുക, അല്ലെങ്കിൽ അമിതമായ ആശങ്കയിലേക്ക് പോകുക എന്നുള്ളതുമല്ല, എന്നാൽ ഇല്ല എന്ന് കരുതിയിട്ട് തീരെ ശ്രദ്ധിക്കാതെ പോവുക എന്നുള്ളതുമല്ല ഇതിന്റെ ഉദ്ദേശം. നമുക്ക് ആശങ്ക മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. കുട്ടികൾ, അതുപോലെ ആളുകളൊക്കെ തന്നെ ഒരു ജാഗ്രതയോടുകൂടി പോവുക. അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമം ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നടത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ക്യാമറയിൽ പെടുകയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് നേരിട്ട് പോകുന്ന സമയത്ത് അതിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫർദറായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ആലോചിക്കും എന്നുള്ള കാര്യം. 2 ഇടങ്ങളിലാണ് പുലിയെ കണ്ടുവെന്ന് പറയുന്നത്. ഒരിടത്ത് ചില ജീവികളുടെ കാൽപ്പാടുകളും പതിഞ്ഞിട്ടുണ്ട്. ഇവിടെ അടക്കം 3 ഇടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. യോഗത്തിന് ശേഷം 3 ഇടങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പുലിയെ കണ്ടെന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് വ്യക്തമാക്കി. നമ്മളുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സെർച്ച് ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ കുറ്റിക്കാടുകൾ നീക്കം ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്തിന് മുമ്പേ തീരുമാനിച്ച് വ്യക്തികളെ അറിയിച്ചതാണ്. പക്ഷെ ചില സ്ഥലങ്ങളിലെങ്കിലും അത് പൂർണ്ണമായും നടക്കാത്തത് കാരണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് അടുത്തൊരു 3 ദിവസത്തിനകം പരിപൂർണമായും കുറ്റിക്കാടുകൾ അതാത് വ്യക്തികൾ വെട്ടിത്തെളിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. കാരണം അത് പുലി നിലവിൽ ആശങ്കകൾ വേണ്ടെന്നും വിശദമായ പരിശോധന തന്നെ വനം വകുപ്പ് നടത്തുന്നെന്നും ജനങ്ങളുടെ സഹകരണമാണ് ഉണ്ടാകേണ്ടതെന്നും റേഞ്ച് ഓഫീസർ ബിനീഷ് കുമാർ വ്യക്തമാക്കി. മനുഷ്യനെ മണം പിടിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു തടസ്സം മുൻപിൽ ഉണ്ടായതുകൊണ്ടാണ്. ആ തടസ്സമാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച തർക്ക വിഷയത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായ ഈ കുറ്റിക്കാടുകൾ. അപ്പോൾ ഈ കുറ്റിക്കാടുകൾ സ്വകാര്യ സ്ഥലത്ത് വളരാൻ അനുവദിച്ച ആ സ്ഥലത്തിന്റെ ഉടമസ്ഥയ്ക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്ന് വിചാരിച്ച് കാട് മുഴുവൻ തെളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അടിയന്തര ഘട്ടം വന്നാൽ നമ്മളത് അങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവനെ തൃണവൽക്കരിച്ച് ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ മാത്രം, ഫോറസ്റ്റുകാർ മാത്രം പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു തെരച്ചിലിന് പോവുകയാണ്. ഞങ്ങളുടെ ആ ശ്രമത്തെ നിങ്ങൾ ഞങ്ങളുടെ ആത്മാർത്ഥതയെ തിരിച്ചറിയണമെന്നും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് വൈകുന്നേരത്തോടെയാണ് 3 ഇടങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ ഇനി പട്ടാമ്പി ടൗണിലേക്ക്. ഇതിനു മുന്നോടിയായി ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ. പട്ടാമ്പി നിലാശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണ പ്രവൃത്തികൾ ഇനി പട്ടാമ്പി ടൗണിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് മേലെ പട്ടാമ്പി കൽപ്പക മുതൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി തഹസിൽദാർ TP കിഷോറിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്.
നിലവിൽ IPT കോളേജ് മുതൽ മേലെപ്പട്ടാമ്പി മിൽമ ചില്ലിംഗ് പ്ലാന്റ് വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇതിനിടയിൽ ചില ഭാഗങ്ങളിലെ പ്രവൃത്തികൾ കൂടി നടപ്പാക്കാനുണ്ട്. പ്രവൃത്തികൾ ഇനി പ്രധാനമായും നടക്കാനുള്ളത് പട്ടാമ്പി ടൗണിലാണ്. ടൗണിൽ പൈപ്പ് ലൈനുകൾ മാറ്റുന്നതുൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കാനുണ്ട്. ഇതിന് മുന്നോടിയായാണ് ഇപ്പോൾ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത്. നേരത്തെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർവേയിലൂടെ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു. കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റുവാൻ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസും നൽകുകയുണ്ടായി. ഇതുപ്രകാരം പൊളിച്ചു മാറ്റാത്ത ഭാഗങ്ങളിലാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി എന്നിവരുടെ നേതൃത്വത്തിലാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. കയ്യേറ്റങ്ങൾ സ്വമേധയാ ഒഴിപ്പിക്കാമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കയ്യേറ്റ ഒഴിപ്പിക്കൽ നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നതെന്നും ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി സൂചിപ്പിച്ചു. നീള IPT റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂർ മുതൽ കൽപ്പക ജംഗ്ഷൻ വരെയുള്ള കയ്യേറ്റം റോഡ് സർവേ പൂർത്തിയായതും കയ്യേറ്റം ഒഴിപ്പിച്ചിട്ടുള്ളതും റോഡിന്റെ പ്രവൃത്തികൾ ഏകദേശം കൽപ്പക ജംഗ്ഷൻ വരെ പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ്. ഇനി കൽപ്പക ജംഗ്ഷൻ മുതൽ നീള വരേക്കുള്ള റോഡിന്റെ വർക്കാണ് ബാക്കിയുള്ളത്. അതിൽ സർവേ പൂർത്തീകരിച്ചു. അതിൽ ചില ഭാഗങ്ങളിൽ കുറച്ച് കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ആ കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ സ്വമേധയാ റോഡിലേക്ക് ഇറക്കിയിട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിയുന്നതിന് സമ്മതിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ആ വർക്കിനോട് ബന്ധപ്പെട്ട് ഇന്ന് കയ്യേറ്റം ഉള്ള ഭാഗത്ത് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ സർവേ പ്രകാരമുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 85 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടപ്പാക്കി വരുന്നത്. കിഫ്ബി വഴിയാണ് പാത നവീകരണം. KRFPയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ. ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് അക്കാദമിക് സെഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. MLA NK അക്ബർ അധ്യക്ഷനായിരുന്നു. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് വിജ്ഞാന കേരളം എന്ന വിഷയത്തിൽ ഓൺലൈനായി സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു IAS, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് IAS, കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് BP മുരളി, കേരള ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ, കേരള പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KM ഉഷ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് സ്വാഗതവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ MP അജിത് കുമാർ നന്ദിയും പറഞ്ഞു. 3 കാറ്റഗറിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അക്കാര്യത്തിൽ. ഒന്ന്, വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. 100% ഡോർ ടു ഡോർ കളക്ഷനൊക്കെ കൈവരിച്ച് കവലകളും ടൗണുകളുമെല്ലാം മാലിന്യമുക്തമാക്കുന്നതിൽ 100% വിജയിച്ചിട്ടുള്ള കുറെ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ശരാശരിയിൽ നിൽക്കുന്ന കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ശരാശരിക്ക് താഴെ നിൽക്കുന്ന കുറച്ച് പേരുമുണ്ട് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവർ അവരുടെ നാട്ടിലെ ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും. കാരണം കേരളമാകെ ഉണ്ടായ മാറ്റത്തിനൊപ്പം എന്തുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ മാറ്റമുണ്ടായില്ല എന്ന ചോദ്യം ഇപ്പോൾ ഒരു പക്ഷെ നേരിടേണ്ടി വരില്ല. പക്ഷെ നാട്ടിലാകെ മാറ്റം ഉണ്ടാവുമ്പോൾ നേരിടും, താരതമ്യം വരും. ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രൊഫസർ RLV രാമകൃഷ്ണനും കലാമണ്ഡലം കലാകാരന്മാരും അവതരിപ്പിച്ച നൃത്തത്രയം ശ്രദ്ധേയമായി. കഥകളിയും മോഹിനിയാട്ടവും ഭരതനാട്യവും സംഗമിച്ച നൃത്തത്രയം തദ്ദേശ കലാവിരുന്നിലെത്തിയ കാണികൾക്ക് വേറിട്ട അനുഭവമായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ചരിത്രമാണ് നൃത്തത്രയത്തിലൂടെ അവതരിപ്പിച്ചത്. മൃദംഗ വിദ്വാൻ ചങ്ങനാശ്ശേരി TS സതീഷ് കുമാറാണ് നൃത്തത്തിന്റെ സാഹിത്യം ചിട്ടപ്പെടുത്തിയത്. കഥകളി വേഷത്തിൽ കലാമണ്ഡലം വൈശാഖ് രാജശേഖരൻ, മോഹിനിയാട്ടത്തിൽ RLV രാമകൃഷ്ണൻ, ഭരതനാട്യത്തിൽ സൂര്യ അനൂഷ എന്നിവർ അരങ്ങിലെത്തി. RLV രാമകൃഷ്ണൻ, RLV ഗായത്രി വിജയകുമാർ, കലാമണ്ഡലം ചമ്പക്കര വിജയകുമാർ എന്നിവർ ചേർന്നാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. കൊപ്പം പഞ്ചായത്തിൽ ലൈഫ് മിഷൻ PMAY ഗുണഭോക്തൃ സംഗമം നടത്തി. മുഹമ്മദ് മോസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തിയായ വീടിന്റെ താക്കോൽ കൈമാറ്റവും നടത്തി. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെയും PMAY പദ്ധതി ഗുണഭോക്താക്കളുടെയും സംഗമമാണ് വാസ് ഓട്ടോത്തിൽ വെച്ച് നടത്തിയത്.
ഗുണഭോക്താക്കളുടെ സ്ഥലത്തിന്റെയും മറ്റു അനുബന്ധ രേഖകൾ പരിശോധിച്ച് അന്തിമമാക്കി ഭവന നിർമ്മാണത്തിന് ഗുണഭോക്താക്കൾ കരാറിൽ ഏർപ്പെടുകയും ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കരാറിൽ ഏർപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമവും ഭവന നിർമ്മാണം പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽ കൈമാറ്റ ചടങ്ങും മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. ഏത് രാത്രിയിലും കുടുംബമായി കിടക്കാൻ കഴിയുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനം എന്നത് ഓരോ മനുഷ്യരുടെയും സ്വപ്നമാണ്. പലർക്കും സാമ്പത്തികമുണ്ടെങ്കിൽ അവന്റെ സ്വപ്നത്തിനനുസരിച്ച് വീടുണ്ടാക്കുന്നവരുണ്ട്. ചിലര് ഒരു ജീവിതകാലം മുഴുവൻ അവന്റെ പരിശ്രമത്തിന്റെ ഫലമായി ഒരു വീട് യാഥാർത്ഥ്യമാകും. എന്നാൽ മറ്റു ചിലർക്ക് ഒരുപാട് പരിശ്രമമുണ്ടെങ്കിലും ജീവിതത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങൾ കാരണം ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത അനേകം മനുഷ്യരുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, തലമുറകളായി ഒരു ടെന്റിൽ താമസിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരത്ത്, പല ടൗണുകളുടെയും പരിസരത്ത് ഗല്ലികളായി താമസിക്കുന്ന മനുഷ്യര് മനുഷ്യനായി ജീവിക്കാൻ പോലും അവസരമില്ലാതെ പല മൃഗങ്ങളുടെ കൂടെ എന്തൊക്കെയോ വെച്ച് മറച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ഇതോടൊപ്പം മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയുടെ ഭാഗമായി ഭൂമി നൽകിയ മണ്ണേങ്കോട് കുന്നംകുമരത്ത് രാജനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ ഷാബിറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന, ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെഫീന ഷുക്കൂർ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുലൈഖ, ടി വി വത്സല, കെ ശ്രീജ, എ പി അഭിലാഷ്, ഇ കെ ഷെഫീഖ്, കെ സി ഗോപാലകൃഷ്ണൻ, എസ് മിനി, കെ വേലായുധൻ, കെ പി ഫൗസിയ, എം അബ്ദുൽ അസീസ്, എ പി രാമദാസ്, എസ് ഇബ്രാഹിംകുട്ടി, പി പി ധനലക്ഷ്മി, ലൈഫ് ജില്ലാ കോർഡിനേറ്റർ അനീഷ്, സെക്രട്ടറി അമ്പിളി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPMന്റെ പ്രക്ഷോഭം 25-ന് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച മുതൽ പട്ടാമ്പിയിൽ കാൽനട പ്രചരണ ജാഥ ആരംഭിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയാണ് CPM നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം 25-ന് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇതിന്റെ പ്രചരണാർത്ഥം ഏരിയ കമ്മിറ്റികളിൽ കാൽനട പ്രചരണജാഥ നടത്തും. പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ മുതൽ കാൽനട പ്രചരണജാഥ ആരംഭിക്കും. നാളെ വൈകുന്നേരം ഓങ്ങല്ലൂരിൽ ആരംഭിക്കുന്ന കാൽനട പ്രചരണജാഥ CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഖ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾ ഉപരോധിക്കുകയാണ് ഈ മാസം 25-ാം തീയതി. ഇതിൻ്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധമാണ് 25-ന് നടക്കുന്നത്. ഈ വിഷയം ചെറിയ വിഷയമല്ല. ഇത് CPM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നതല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ദോഷകരമായ തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാകുന്നത്. പദ്ധതി വിഹിതം തുടർച്ചയായിട്ട് വെട്ടിച്ചുരുക്കുന്നു. നമ്മൾ ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി വിഹിതം ഇങ്ങോട്ട് തരുന്നേയില്ല. പ്രകൃതി ദുരന്തത്തോട് പോലും ക്രൂരത കാണിക്കുന്നു. ഒരു സഹായവും ചെയ്യുന്നില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബജറ്റ് വന്നപ്പോൾ ആ ബജറ്റിൽ കേരളം എന്ന 3 അക്ഷരം പോലും ചേർത്തില്ല. ഒരു സഹായവും ഗവൺമെൻറ് ചെയ്തില്ല. ഇതേക്കുറിച്ച് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. കേരളം പിറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് എഴുതി കൊടുത്താൽ സഹായം ചെയ്യാമെന്ന്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തോട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ കാണുന്നത് എന്നുള്ളത് വ്യക്തമാണ് ആ പ്രതികരണത്തോട് കൂടി. വ്യാഴാഴ്ച രാവിലെ ഓങ്ങല്ലൂരിൽ നിന്നും ജാഥയുടെ പര്യടനം ആരംഭിക്കും. ഏരിയയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 23-ന് ആമിയൂരിൽ ജാഥ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ നാസർ കൊളായി മുഖ്യപ്രഭാഷണം നടത്തും. ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ജാഥാ ക്യാപ്റ്റനായുള്ള ജാഥയാണ് നടത്തുന്നത്. 100ഓളം പേർ സ്ഥിരാംഗങ്ങളായി ജാഥയിൽ ഉണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചു. കേന്ദ്ര സർക്കാർ കടുത്ത അവഗണനയാണ് സർക്കാരിനോട് കാണിക്കുന്നതെന്നും സംസ്ഥാനത്ത് നൽകേണ്ട അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഏറ്റവും അവസാനമാണ് 2 ദിവസം മുന്നേ 500 ചില്ലാനം കോടി രൂപ വായ്പയായിട്ട് തരാം. അത് ഈ വായ്പ ഈ തരുന്ന പണം പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്ക് മാർച്ച് 31-നുള്ളിൽ പൂർത്തീകരിക്കണം. ആർക്ക് കഴിയും? ഈ പണം കേന്ദ്ര സർക്കാരിന് കൊടുത്താൽ അവർക്ക് ചെയ്യാൻ കഴിയും.
ഇനി ഈ ഫെബ്രുവരി മാസത്തിൽ ആകെ 10 ദിവസമാണ് മുന്നിലുള്ളത്. മാർച്ച് മാസത്തിൽ ഒരു 30 ദിവസമുണ്ട്. ഇങ്ങനെ ഒരു 40 ദിവസം കൊണ്ട് അവിടെ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കൽ, മറ്റു രൂപത്തിലുള്ള ഒട്ടേറെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട്. ഇത് ഈ 40 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ആരെങ്കിലും ഉണ്ടോ? ഏത് രീതിയിലാണ് കേരള ഗവൺമെന്റിനെ സമീപിക്കുന്നത്? അപ്പൊ ഇത് കൊടുത്തു എന്ന് വരുത്തുക, എന്നാൽ അത് ഉപകാരപ്പെടാത്ത രീതിയിലാക്കി മാറ്റുക, വളരെ മോശമായ രീതിയിൽ ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഭരണഘടനാപരമായ ആ ഒരു ബാധ്യതയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനെതിരായ അതിശക്തമായ ഒരു ജനവികാരം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും. വാർത്താ സമ്മേളനത്തിൽ CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ, മറ്റു നേതാക്കളായ M ശങ്കരൻകുട്ടി, U അജയകുമാർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും ഒടുവിൽ ചിറമനേങ്ങാട്ടെ കനിവ് ട്രസ്റ്റിന്റെ കീഴിലുള്ള എന്റെ വീട് എന്ന സ്ഥാപനത്തിൽ അന്തേവാസിയായി എത്തിച്ചേരുകയും ചെയ്ത 72കാരി വളാഞ്ചേരി കിഴക്കേപ്പാട്ട് ഇന്ദിരാദേവി ഓർമ്മയായി. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. 2 വർഷത്തോളമായി കനിവിൽ കഴിയുന്ന ഇന്ദിരാമ കനിവ് ആസ്ഥാന ഗായികയായി അറിയപ്പെട്ടിരുന്നു. ശാന്ത സ്വഭാവക്കാരിയായ ഇന്ദിരാമ സഹവാസികൾക്കും ട്രസ്റ്റ് അംഗങ്ങൾക്കും പ്രിയപ്പെട്ടവളായിരുന്നു. 35 വർഷത്തോളം വളാഞ്ചേരി വെങ്ങാടുള്ള അങ്കണവാടിയിൽ ഹെൽപ്പറായി ജോലി ചെയ്ത് വിരമിച്ചു. വിവാഹം കഴിക്കാത്ത ഇന്ദിരാമ വീട്ടിൽ ഒറ്റപ്പെട്ടതിനെ തുടർന്നാണ് കനിവിലെത്തിയത്. കനിവിലെ ആഘോഷ ദിവസങ്ങളിൽ 2 കൈകളിലും മൈലാഞ്ചി അണിയുകയും പാട്ടുപാടുകയും പതിവായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9:30 കനിവിൽ എത്തിച്ച ഇന്ദിരാമയുടെ മൃതദേഹം കണ്ട സഹ അന്തേവാസികൾക്ക് സങ്കടം അടക്കാനായില്ല. ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ S ജമീല, സെക്രട്ടറി KT അബ്ദു, ട്രസ്റ്റ് അംഗം സ്മിത മുരളി, ഫൈസൽ റഹ്മാൻ, മാനേജർ ബാപ്പുനു V മുഹമ്മദ്, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. 10 മണിയോടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ജന്മസ്ഥലമായ വളാഞ്ചേരി വെങ്ങാട്ടിലെ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം 2 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. സുകുമാരൻ, ഉണ്ണികൃഷ്ണൻ, ലക്ഷ്മണൻ എന്നിവർ സഹോദരങ്ങളാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.